നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളുടെ ക്ഷമയെ നമ്മൾ ഭൂമി ദേവിയോടാണ് ഉപമിക്കാറുള്ളത്. ക്ഷമിക്കും തോറും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. നടിയെ ആക്രമിച്ച കേസ് തന്നെ എടുത്താൽ ആ പെൺകുട്ടി സൈബറിടങ്ങളിലൂടെ ഏൽക്കേണ്ടി വന്ന ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പരിധിയില്ലാത്തതാണ്. ആ രീതി ഒരു തുടർക്കഥ പോലെ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം മനോരോഗികളോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ഒരു മാപ്പ് പറച്ചിലൂടെ വിട്ടയക്കുകയുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ഇത്തരം പ്രവണതകളെ നിയമവഴിയിലൂടെയും അല്ലാതെയും നേരിടുക തന്നെ വേണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളതാകട്ടെ ഈ എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ബോച്ചയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കമന്റിലൂടെയും അല്ലാതെയും പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പരാമർശിക്കാതെ ഒന്നും പറയാതെ അത് വിട്ടുകളഞ്ഞതെന്ന്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് മാത്രമല്ല, ഞാൻ കടന്നുപോയ കാലഘട്ടത്തിലെ വസ്ത്രധാരണത്തെക്കുറിച്ച് കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. ഞാൻ എൻ്റെ ബാല്യകാലത്ത് കണ്ട വസ്ത്രധാരണമോ ജീവിത രീതിയോ അല്ല എൻ്റെ യൗവനകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കാണുന്നത് എന്റെ ബാല്യത്തിലും യൗവനത്തിലും കണ്ടതുമല്ല. ഭക്ഷണ രീതിയിലായാലും വസ്ത്ര രീതിയിലായാലും സംഭാഷണത്തിലായാലും സൗഹൃദത്തിലായാലും സംസ്കാരത്തിലായാലും എല്ലാത്തിനും അടിമുടി മാറ്റം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ മാറിയ കാലത്തിനനുസരിച്ച് നമ്മളും മാറിയിരിക്കുന്നു. പണ്ടൊക്കെ വസ്ത്രധാരണം സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. പാവാടയും ധാവണിയും സാരിയും ബ്ലൗസും പർദ്ദയും മഫ്തയും ഒക്കെയായിരുന്നു അന്നത്തെ വേഷവിധാനങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ഒരു ആക്ഷേപവും അന്നാർക്കും ഇല്ലായിരുന്നു. മാന്യമായ വസ്ത്രധാരണം എന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. അന്നത് സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ പുതുതലമുറയ്ക്ക് വസ്ത്രം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്. ഏത് വേഷം ധരിക്കണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യവുമാണ്. കടന്നു കയറി വന്ന പാശ്ചാത്യ സംസ്കാരം കൈയടക്കിയിരിക്കുകയാണ് വസ്ത്രത്തിലും ഭക്ഷണത്തിലും, എന്തിനധികം ഭാഷയിൽ പോലും. പണ്ടൊക്കെ വസ്ത്രം കീറിയാൽ അത് തുന്നിയെടുത്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ തുന്നിയ വസ്ത്രങ്ങൾ ഫാഷന്റെ പേരിൽ കീറിപ്പറിച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രമുഖ നടന്റെ 4 പെൺകുട്ടികൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോകൾ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയുണ്ടായി. അതിന്റെ അടിയിൽ വന്ന ചില കമന്റുകൾ ഞാൻ കാണാനിടയായി. അമ്മയെ കൂടി ഷഡ്ഡിയും ബ്രായും ധരിപ്പിച്ച് നിർത്തിക്കൂടായിരുന്നോ എന്നായിരുന്നു ചില ആഭാസന്മാരുടെ, വിവരദോഷികളുടെ കമന്റുകൾ. സത്യത്തിൽ അത് കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. ഒരുപക്ഷെ അത്തരം കമന്റുകളെ അവർ അവഗണിച്ചു കാണും, തള്ളിക്കളഞ്ഞിട്ടുമുണ്ടാകാം. ഇത്തരം കമന്റുകളെ കുറിച്ച് ആ പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരവരുടെ സമയം കളയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ ചെയ്യുന്നു. ഇത്തരം വിട്ടുവീഴ്ചകളാണ് ഈ ഞരമ്പ് രോഗികൾക്ക് വളമായി മാറിയത്. അവര് പറയുന്നത് അവരുടെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശവുമാണ്. അവർ പറഞ്ഞത് അവരുടെ ഭാഗത്തുള്ള ന്യായവുമാണ്. ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ പെൺകുട്ടികൾ മാത്രമല്ല, ചില അമ്മച്ചിമാരും ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഷോർട്സും ബനിയനും ഒക്കെ ഇട്ട അമ്മച്ചിമാരെ കാണണമെങ്കിൽ നമ്മുടെ മാളുകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഇതെല്ലാം എന്റെ യൗവനകാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സംസ്കാരമാണ്, സ്വാതന്ത്ര്യവുമാണ്. പണ്ടൊക്കെ കല്യാണ വീടുകളിൽ ഡാൻസും ഒപ്പനയും കൈകൊട്ടിക്കളിയും ഒക്കെ പുറത്തു നിന്നുള്ള ടീമുകളെ വിളിച്ച് നടത്തിക്കുമായിരുന്നു. അന്നൊക്കെ നാണിച്ച് മുഖം കുനിച്ച് കടന്നു വരുന്ന നവവധുവിനെയാണ് നാം കണ്ടിട്ടുള്ളതും. ഇപ്പോൾ നവവധു തന്നെ തുള്ളിച്ചാടി രംഗത്ത് വന്ന് ഡാൻസ് ചെയ്ത് കയ്യടി വാങ്ങിയ ശേഷമാണ് താലികെട്ട് നടത്തുക. ഈയിടെ ഒരു യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ ഒരാളുടെ വിവാഹം നടക്കുകയുണ്ടായി. ഒരു വലിയ സദസ്സിന് മുൻപിൽ വധുവും വരനും ചുണ്ടുകൾ പരസ്പരം ചേർത്ത് ലിപ് ലോക്ക് ചെയ്ത് നിന്നത് 10 മിനിറ്റോളം സമയമായിരുന്നു. ഈ രംഗം വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇവിടം വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ പുതുതലമുറ. അപ്പോഴാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറഞ്ഞ് ചിലർ മുറവിളി കൂട്ടുന്നു. ഹണി റോസ് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനത്തിനും പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ചുനാൾ മുമ്പ് തൊപ്പി എന്നൊരു യൂട്യൂബർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊന്നും നാം മറന്നിട്ടില്ലല്ലോ. നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്നത്
എന്നത് പ്രാർത്ഥനയോടെയും ബഹുമാനത്തോടെയും നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ എത്രയോ പേരുണ്ട്. ഇവിടെ തൊപ്പി ഭക്ഷണം അടിവസ്ത്രത്തിന്റെ അടിയിലേക്ക് വാരിയിടുന്നു, എന്നിട്ട് അതിൽ നിന്നെടുത്ത് കഴിക്കുന്നു. കുറെ ഭക്ഷണം താഴത്തേക്കിടുന്നു, അത് ചവിട്ടി മെതിച്ചിട്ട് അതും വാരി തിന്നുന്നു. കൂടാതെ അറപ്പുളവാക്കുന്നതും വെറുപ്പുളവാക്കുന്നതുമായ അശ്ലീല ചേഷ്ടകൾ നാക്കുകൊണ്ടും മറ്റും സ്ത്രീകളെയും കുട്ടികളെയും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ളവനെയും സെലിബ്രിറ്റി എന്ന വിശേഷണം നൽകി ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അവന്റെ ആരാധകരും ഫോളോവേഴ്സും എന്ന് നാം ഓർക്കണം. ഈ അടുത്ത സമയത്തും അവതാരകമാർ അയാളെ വിളിച്ച് ഇന്റർവ്യൂ നടത്തി താരപരിവേഷം നൽകുകയുണ്ടായി. ഇതും അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഈ നാറ്റക്കേസുകളും പുതുതലമുറയുടെ മാറ്റമായി നാം കാണേണ്ടതുണ്ടോ? സമൂഹത്തിലെ ഇത്തരം ആൾക്കാരെ ഓർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തുകയല്ലാതെ നമുക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഹണി റോസ് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അശ്ലീല ആംഗ്യമോ അശ്ലീല സംഭാഷണമോ ഇതൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. അവരുടെ അംഗലാവണ്യവും നിതംബവും ഒക്കെയാണ് ഞരമ്പന്മാരുടെ പ്രധാന പ്രശ്നം. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഈ ഞരമ്പന്മാർ നിയമത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ വെല്ലുവിളിക്കുന്നതായിരിക്കും. ഹണി റോസിനെ കുറ്റം പറയുന്നവർ പുതുതലമുറയിലേക്ക് ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. അല്പവസ്ത്രധാരികളായിട്ട് നടക്കാനാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കൂടുതൽ താല്പര്യം. അവർ അത്യാവശ്യം നഗ്നത മറയ്ക്കുന്നുമുണ്ട്. അല്പവസ്ത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു, തുണിയും ലാഭം കാറ്റും കയറുമെന്ന്. അതാണ് അവർക്കിഷ്ടമെങ്കിൽ അവർ നന്നായി കാറ്റുകൊള്ളട്ടെ. അതിന് അവരുടെ കുടുംബക്കാരെയും അച്ഛനെയും അമ്മയൊക്കെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ സണ്ണി ലിയോൺ എന്ന സെക്സ് നടി കേരളത്തിൽ വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അവരെ കാണാൻ തടിച്ചുകൂടിയത്. മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കും. അവിടെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയത് സണ്ണി ലിയോണിന്റെ മോട്ടിവേഷൻ പ്രസംഗം കേൾക്കാനല്ലല്ലോ, അവർ പറയുന്ന ഉപദേശം കേട്ട് ജീവിക്കാനുമല്ല. മറിച്ച് അവർ സിനിമയിലൂടെ പ്രദർശിപ്പിച്ച മാദക ഭംഗി നേരിൽ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അന്ന് ഒരു സദാചാരവാദികളും പറയുന്നത് കേട്ടില്ല അവരുടെ വസ്ത്രധാരണം മോശമാണെന്നുള്ളത്. സണ്ണി ലിയോണിന് പകരം മലയാളത്തിലെ ഏതെങ്കിലും ലേഡി സൂപ്പർ സ്റ്റാറുകളായിരുന്നെങ്കിൽ 1000 പേരെ പോലും തികച്ചു കാണാൻ പ്രയാസമായേനെ. ഇത്തരം വലിയൊരു മാറ്റം നമ്മുടെ പൊതുസമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ലതിനെ സ്വീകരിക്കാനും അല്ലാത്തതിനെ തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അനാവശ്യ സൈബർ ആക്രമണങ്ങളും അശ്ലീല കമന്റുകളും മറ്റും വരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചാൽ നാളെ ഇത് വ്യാപകമായി പലർക്കും നേരിടേണ്ടി വന്നേക്കാം. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചും അവഗണിക്കേണ്ടതിനെ അവഗണിച്ചും ധൈര്യമായി മുന്നോട്ടു പോവുക. വീണ്ടും അടുത്ത എപ്പിസോഡുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.